कुटिया में बैठे ही बैठे। ओम शांति। बाबा, मीठे मीठे बाबा, प्यारे प्यारे बाबा, ഇന്നെൻ്റെ ബാബയോടൊപ്പം എനിക്ക് ഈ ബ്രഹ്മമുഹൂർത്തം ദീപാവലി ആഘോഷമാണ്. മുഴുവൻ വിശ്വത്തിൻ്റെ ദീപമായ ബാബ വന്ന് എനിക്ക് വെളിച്ചം നൽകിയ ദിവസമാണ്. അതുതന്നെയല്ലേ ബാബ ദീപാവലി. ബാബയും മക്കളും കൂടിയുള്ള കൂടിക്കാഴ്ച. ബാബയെ കിട്ടിയതോടുകൂടി എൻ്റെ ജീവിതത്തിലെ അന്ധകാരം നീങ്ങി. ബാബ നൽകുന്ന ജ്ഞാനമാകുന്ന എണ്ണയിൽ ആത്മദീപം പ്രകാശിച്ചു. ഞാൻ എന്നെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ബാബ. പുരിക മധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മദീപമാണ് ഞാൻ. അശരീരിയായ ആത്മസ്വരൂപമാണ് ഞാൻ. ഞാൻ അനശ്വര ആത്മദീപം ബാബയുടെ കുട്ടിയാണ്. ഈശ്വരീയ സന്താനമാണ് ഞാൻ. ഭഗവാൻ എൻ്റെ മാതാവാണ്, പിതാവാണ്. എൻ്റെ സർവബന്ധവും പരമദീപം പരമാത്മാവാണ്. ബാബ നൽകിയ ജ്ഞാനപ്രകാശത്താൽ ആത്മദീപം തെളിഞ്ഞു. ബാബ, തെളിഞ്ഞ ഈ ദീപം കെടാതിരിക്കാൻ വേണ്ടി ബാബ നിത്യേന ജ്ഞാന മുരളി കേൾപ്പിച്ചു തരികയല്ലേ.
ഈ ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തത്തിലെ ബാബയുടെ കൂടെയുള്ള ഈ കൂടിക്കാഴ്ച ഈ പ്രഭുമിലനമാണ് എന്നെ അനശ്വരദീപമാക്കുന്നത്. ബ്രഹ്മലോകനിവാസിയായ മഹാദീപം, മഹാജ്യോതി, സർവാത്മാക്കളുടെയും പിതാ, ദീപങ്ങളുടെ എല്ലാം മാതാപിതാവായ മഹാദീപം ബാബയുടെ അരികിലെത്തുന്നതും പരമാത്മദീപപ്രഭ പരംധാമം മുഴുവനീ പ്രഭയാണ്. ഇവിടെ വേറെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, നക്ഷത്രങ്ങളുമില്ല. എന്നാലോ സദാ പ്രഭാപൂരിതമാണ്. മഹാദീപപ്രഭയാണ്, ബാബയുടെ പ്രഭയാണിത്. നല്ല വെളിച്ചമുള്ള ഒരു ബൾബ് കത്തിച്ചാൽ എത്ര ദൂരത്തേക്കാണ് വെളിച്ചം? വിനാശി വസ്തുക്കൾക്ക് ഇത്രയും വെളിച്ചം നൽകാൻ കഴിയുന്നു. ജഡവസ്തുക്കൾക്ക് ബാബ പരമചൈതന്യം. സർവഗുണങ്ങളുടെയും സർവശക്തികളുടെയും ജ്ഞാനത്തിൻ്റെയും മഹാദീപത്തിൽ നിന്നൊഴുകുന്ന പ്രഭയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ഞാൻ. ചൈതന്യപ്രഭയിൽ മുങ്ങുകയാണ്. ജ്ഞാനപ്രകാശമായ ഭഗവാനിൽ നിന്ന് സൂര്യകിരണങ്ങൾ പോലെ ആ പ്രകാശം എന്നിലേക്ക് പ്രഭ ചൊരിയുകയാണ്. ആത്മദീപം പ്രകാശിച്ച് പ്രകാശിച്ച് ബോധവാനാകുകയാണ് ഞാൻ. മനസ്സും ബുദ്ധിയും സംസ്കാരവും പ്രകാശപൂരിതമാകുകയാണ്. വിവേകശാലിയായി തീരുകയാണ്. ജ്ഞാനപ്രകാശം കൊണ്ട് നിറഞ്ഞ പ്രഭാപൂരിതമായ അവസ്ഥ.
ഈ യോഗയുക്ത അവസ്ഥയിൽ ബാബ എന്നെ യുക്തിയുക്തനാക്കുകയാണ്. സമയം, സാഹചര്യം, വ്യക്തി, സന്ദർഭങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ വിവേകശാലിയാക്കി തീർക്കുകയാണ്. സർവശക്തിവാൻ ശിവബാബയുടെ സർവശക്തികളുടെ പ്രകാശം ആത്മാവായ എന്നെ മാസ്റ്റർ സർവശക്തിവാനാക്കി ശക്തികളാൽ പ്രഭ ചൊരിയുകയാണ്. ശിവശക്തി സ്വരൂപമാകുകയാണ് ഞാൻ. എല്ലാ ശക്തികളും സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ ആത്മാവിലേക്ക് കരുത്ത് നിറയുകയാണ്. സർവാത്മദീപങ്ങളിലേക്കും ഈ പ്രകാശം ചൊരിഞ്ഞ് ബാബയോടൊപ്പം പരംധാമത്തിലെല്ലാ ആത്മാക്കളും ദീപാവലി ആഘോഷിക്കുകയാണ്. കരുത്താർജിക്കുകയാണ്. ബ്രാഹ്മണരെല്ലാം ഈ ബ്രഹ്മമുഹൂർത്ത വേളയിൽ പരംധാമത്തിൽ ബാബയോടൊപ്പമാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ലക്ഷക്കണക്കിന് ബ്രാഹ്മണരാണ് ഭഗവാനോടൊപ്പം ഈ ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ പരമദീപത്തിൽ നിന്ന് പരമാത്മസ്നേഹത്തിൻ്റെ വെളിച്ചം പരന്ന് ആത്മാവായ എന്നിലേക്കും ആ പ്രകാശം ആത്മീയ സ്നേഹത്തിൻ്റെ പ്രഭ ചൊരിയുകയാണ്. तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर। दिल मेरा लगा ही रहता हर पल तेरी
जीवन डोर। तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर। दिल मेरा लगा ही रहता हर पल तेरी ओर, हर पल तेरी स्नेह प्यार की तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर, बांधी है जीवन डोर, बांधी है जीवन डोर। ബാവയ്ക്ക് സമാനം ബാബ എന്നെയും സ്നേഹദീപമാക്കി മാറ്റുകയാണ്. പവിത്രതയുടെ പ്രകാശം ആത്മാവിലേക്ക് നിറഞ്ഞ് സുഖവും ശാന്തിയും
സുഖശാന്തിയുടെ പ്രഭാപൂരം. ബാബയുടെ പ്രകാശം പകർന്ന് ഈശ്വര ചൈതന്യം പകർന്ന് എന്നിലെ തിരികളെല്ലാം തെളിയിച്ചു തരികയാണ്. ശാന്തിയും ശക്തിയും സുഖവും ആനന്ദവും സർവഗുണങ്ങളുടെയും സർവശക്തികളുടെയും പ്രഭാപൂരമാണ്. ആത്മാവിൽ നിന്ന് എല്ലാ ദൗർബല്യങ്ങളുടെയും ഇരുട്ട് നീങ്ങി അജ്ഞതയുടെ അന്ധകാരവും വഴി നീങ്ങി തെളിഞ്ഞ ദീപമായി എത്ര ലക്ഷോപലക്ഷം ദീപങ്ങളാണ് ബാബയുടെ വെളിച്ചം കിട്ടി തെളിഞ്ഞ ദീപമായി മുഴുവൻ വിശ്വത്തിന് പ്രകാശം ചൊരിയുന്ന ദീപങ്ങളായി പരംധാമത്തിൽ നിന്ന് തെളിഞ്ഞ ദീപം, ആദ്യത്തെ തെളിഞ്ഞ ദീപം ബാബയോടൊപ്പം ബാക്കി മക്കളെല്ലാം മഹാദീപമായ ശിവബാബ ഏറ്റവും മുകളിൽ, താഴെ ബ്രഹ്മബാബ, മമ്മ, രണ്ട് വലിയ ദീപങ്ങൾ. ചുറ്റിനും ബാക്കി ദീപങ്ങളെല്ലാം നമ്പർ വാറായി ബാബയെ ചുറ്റിപ്പറ്റി ചിരാതുകൾ കൊളുത്തി വച്ചിരിക്കുന്നത് പോലെ പരംധാമത്തിൽ ബാബയ്ക്ക് ചുറ്റും ആത്മദീപങ്ങളെല്ലാം പ്രകാശം ചൊരിഞ്ഞ് ബാബയുടെ പ്രകാശത്താൽ ആത്മീയ ചൈതന്യമാർജിച്ചവരായി ബാബയും മക്കളും കൂടി വീട്ടിലിരിക്കുകയാണ്. സത്യം സത്യമായ ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദീപാവലി സത്യയുഗത്തിലാണല്ലോ ബാബ. ബ്രഹ്മബാബ തെളിഞ്ഞ ദീപം, ബാപ്സമാൻ ദീപം ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ശ്രീകൃഷ്ണനായി ബാബ ജനിക്കുന്നതോടെ ബാക്കി ദീപങ്ങൾ
സൂര്യവംശകുലത്തിലെ ദീപങ്ങൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് വരികയാണ്. ഒരു ദീപം ദേവിയായും ഒരു ദീപം ദേവനായും. ഭാരതമെമ്പാടും അങ്ങനെ ദീപാവലി, വീടുകളിൽ തെളിഞ്ഞ ദീപങ്ങൾ, ആത്മദീപങ്ങൾ. എല്ലാ വീട്ടിലും ആത്മദീപങ്ങളാണ്. സത്യയുഗവും ത്രേതായുഗവും എന്നും ദീപാവലിയാണ്. എല്ലാ വീട്ടിലും സദാ തെളിഞ്ഞ ദീപങ്ങളാണ് എല്ലാവരും. ലക്ഷ്മി നാരായണൻ്റെ പട്ടാഭിഷേക സമയത്ത് വിശേഷ ദീപാവലിയാണ്. എല്ലാവരും വിശേഷ ദീപം തെളിയിക്കും. സത്യുഗി സ്വർഗം എന്നും ദീപാവലി ആഘോഷം നടക്കുന്ന, സന്തോഷം നിറഞ്ഞ, സമൃദ്ധിയുള്ള, സമ്പന്നമായ ജീവിതം. അവിടേക്കല്ലേ ബാബ എന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 20 ജന്മങ്ങൾ എന്നും ദീപാവലി. ബാബ ഈ ജന്മം ബ്രാഹ്മണ ജീവിതവും എനിക്ക് ദീപാവലി തന്നെ. ബാബ അമൃതവേളയിൽ നിത്യേന ദീപാവലി ആഘോഷമല്ലേ ഞാൻ ബാബയുടെ കൂടെ നടത്തുന്നത്. മുരളിയിലും ദീപാവലിയാണല്ലോ ബാബ. സംഗംയുഗി ബ്രാഹ്മണനായ എനിക്ക് അമൃതവേള മുതൽ രാത്രി ബാബയോടൊപ്പം ഉറങ്ങുന്നത് വരയ്ക്കും ബാബ ആത്മദീപത്തെ പ്രകാശിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയല്ലേ. ജ്ഞാനത്താലും ഓർമ്മയാലും സേവനങ്ങളാലും ആശീർവാദത്താലും പവിത്ര ജീവിതത്താലും ബ്രാഹ്മണനായ എനിക്കെന്നും ദീപാവലിയാണ് ബാബ. ബാബയുടെ കൂടെ സംഗമയുഗം തീരും വരയ്ക്കും ദീപാവലിയാണ്. തെളിഞ്ഞ ദീപമായിരുന്ന ബാബ തന്ന ഈ വെളിച്ചം എല്ലാവർക്കും കൊടുക്കും. എല്ലാവരുടെയും ദീപം തെളിയിക്കും. ഇന്ന് ഓരോ മണിക്കൂറിലും അരമിനിറ്റ് സമയം പരംധാമത്തിലും അരമിനിറ്റ് സത്യുഗി ദീപാവലിയും ദർശിക്കാം. ഓം ശാന്തി.
बहुत आती है। मेरे बाबा तुम्हारी याद बहुत आती है। नैन में प्रेम के मोती भी साथ लाती है। मेरे बाबा तुम्हारी याद बहुत आती है। खुले जो नैन मिले सामने आए अपने, पलक जो बंद किए साथ में पाए अपने। दिल की धड़कन धीरे से बात कह के जाती है। दिल की धड़कन धीरे से बात कह के जाती है। मेरे बाबा तुम्हारी याद बहुत आती है। यही दिल चाहता जी भर के तुमसे बात करूं, तुम्हें देखूं सदा, तुमसे ही मुलाकात करूं। तेरे एहसान में दुनिया ये गुनगुनाती है। तेरे एहसान में दुनिया ये गुनगुनाती है। मेरे बाबा तुम्हारी याद बहुत आती है। कभी मुरली सुनाते तो बजाते भी देखा, तो लाल अक्षरों से लिखते भाग्य की लेखा। घड़ी वो आज भी भूले नहीं भुलाती है। घड़ी वो आज भी भूले नहीं भुलाती है। मेरे बाबा तुम्हारी याद बहुत आती है। मेरे बाबा तुम्हारी याद बहुत आती है। नैन में प्रेम के मोती भी साथ लाती है। मेरे बाबा तुम्हारी याद बहुत आती है।
मेरे बाबा तुम्हारी याद बहुत आती